ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗുരുവായൂർ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ ദർശനമൊക്കെ നടത്തിയതിന് ശേഷം നമ്മൾ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും പിന്നെ അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ പോയത് പടിഞ്ഞാറേ നടയിൽ തന്നെയുള്ള ഗണപതി ഭവൻ എന്ന് പറയുന്നൊരു ഹോട്ടലിലായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചേട്ടൻ മാത്രം പൂരി പറഞ്ഞു, ബാക്കി ഞങ്ങളെല്ലാം നെയ് റോസ്റ്റാണ് പറഞ്ഞത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് തന്നെ പോയി. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സമയം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് പ്രോഗ്രാം കണ്ടു. അങ്ങനെ കുറച്ചു നേരം പ്രോഗ്രാമൊക്കെ കണ്ടിരുന്നിട്ട് നമ്മൾ ഗരുഡനെ കാണാൻ പോയി. അവിടെ ഒരു കടയിൽ അന്വേഷിച്ചപ്പോൾ അമ്പലത്തിന് മുമ്പിലോട്ട് 200 മീറ്റർ നടന്നാൽ ഗരുഡനെ കാണാമെന്ന് പറഞ്ഞു. ഇതാണ് ആ പുതിയ ഗരുഡൻ. ഗുരുവായൂരിലെ മഞ്ചലാലിൽ വെങ്കലത്തിൽ തീർത്ത പുതിയ ഗരുഡനാണിത്. ഏകദേശം 5200 കിലോ വെങ്കലത്തിലാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. 5 ടൺ ഭാരവുമുണ്ട്. ഗരുഡനെ പുതുക്കി പണിഞ്ഞപ്പോൾ ഇതിൻ്റെ തറയും പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചു നേരം ഗരുഡനെ കണ്ട് നിന്നു. ഇനി നമുക്ക് അടുത്തത് കാണേണ്ടത് ഗുരുവായൂർ കേശവനെയാണ്. ഗുരുവായൂർ വരെ വന്നിട്ട് ഗുരുവായൂർ കേശവനെ കാണാതെ എങ്ങനെ പോകാനാ അല്ലേ? അങ്ങനെ നമ്മൾ അവിടെ അടുത്തുള്ളവരോടൊക്കെ വഴിയൊക്കെ ചോദിച്ച് ഗുരുവായൂർ കേശവൻ്റെ അടുത്തോട്ട് പോവാണ്. പോകുന്ന വഴിയുള്ള കാഴ്ചകൾ കണ്ടാലോ? ഗുരുവായൂർ കേശവനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി, കേരളത്തിലെ ഏറ്റവും പേര് കേട്ട ഗജവീരൻ ഗുരുവായൂരപ്പൻ്റെ കണ്ണിലുണ്ണിയായ കേശവൻ 1922 നിലമ്പൂർ കോവിലകത്ത് നിന്നാണ് കേശവൻ ഗുരുവായൂരിലെത്തിയത്. ആദ്യകാലത്തെ പേര് എവറസ്റ്റ് എന്നായിരുന്നു. ബ്രിട്ടീഷുകാരായിരുന്നു കേശവന് ഈ പേരിട്ടിരുന്നത്. 1976 വരെ ഗുരുവായൂരപ്പനെ സേവിച്ചു. അങ്ങനെ കേശവനെ കണ്ടിട്ട് നമ്മൾ അടുത്തത് പോയത് പുന്നത്തൂർ കോട്ടയിലേക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആനക്കോട്ടയാണ് പുന്നത്തൂർ കോട്ട. ഏകദേശം 400 വർഷം പഴക്കമുള്ള കോട്ടയാണിത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഈ ആനക്കോട്ടയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ടിക്കറ്റ് ചാർജ് 20 രൂപയാണ്. ഫോട്ടോഷൂട്ടുകൾക്കും മറ്റും വേറെ നിരക്കാണ്. പൂർണ്ണമായും പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണിത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പന് വഴിപാടായി ലഭിക്കുന്ന ആനകളെയാണ് ഇവിടെ വളർത്തുന്നത്. ഇപ്പോൾ ഏകദേശം 46 ആനകളുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിനി കുറച്ച് ഗജവീരന്മാരെ കണ്ടാലോ? കുറേ പേരൊക്കെ നല്ല കുറുമ്പന്മാരാണ്, കുറേ പേരൊക്കെ പാവത്താനെ പോലെ നിൽപ്പുണ്ട്. ഇനി നമുക്ക് കുറച്ച് ആന വിശേഷങ്ങൾ കാണാം.
ഞാനിവിടെ ഇന്നത്തെ രാജാക്കന്മാരുള്ള കാലത്ത്, അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കോടതി റിസീവർ വരുന്ന കാലത്ത്, അത് കഴിഞ്ഞ് ഗുരുവായൂർ ദേവസ്വം എടുത്തപ്പോൾ ദേവസ്വത്തിൻ്റെ ആളായിട്ട് അങ്ങനെ 3 ഭരണങ്ങൾ മാറി മാറി ഞാൻ 57 കൊല്ലം ഇതിനകത്ത് താമസിച്ചു, ജോലി ചെയ്തു. ഞാൻ ഇവിടുന്ന് റിട്ടയർ ചെയ്തു. എനിക്കിപ്പോൾ വയസ്സ് 83 കഴിഞ്ഞു. എനിക്ക് ദേവസ്വം ഫ്ലാറ്റ് വന്നിട്ടുണ്ട്, താമസിക്കും ഇവിടെ അടുത്ത്. പഠിക്കുന്ന വന്നു പോകും. എൻ്റെ നാട് കണ്ണൂർ ജില്ല. ഞാൻ ഇതിനേക്കാൾ വലിയ സ്ഥലത്താണ് എൻ്റെ കുട്ടിക്കാലം. കടത്തനാട് രാജാസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. പുറമേരി കടത്തനാട്. അങ്ങനെ പുന്നത്തൂർ കോട്ടയൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴിയായിരുന്നു മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ഗുരുവായൂർ ദർശനം നടത്തുന്ന എല്ലാവരും മമ്മിയൂരും പോയി തൊഴാറുണ്ട്. നമ്മൾ ഓട്ടോ ചേട്ടനോട് ചോദിച്ചിരുന്നു അമ്പലം അടച്ചിട്ടുണ്ടാവുമോ എന്ന്. പക്ഷേ പുള്ളി തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അപ്പം കയറിയത്. പക്ഷേ നമ്മൾ ചെന്നപ്പോഴത്തേനും നട അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് തൊഴുതു. അതിന് നമ്മൾ തിരിച്ച് ഗുരുവായൂരിലേക്ക് തന്നെ വന്നു. അടുത്ത് നമുക്ക് കാണേണ്ടത് അമ്പലക്കുളമായിരുന്നു. അപ്പോൾ അത് ആ മേളിൽ കാണുന്ന ക്യൂ ഇല്ലേ, അത് അന്നദാനത്തിനുള്ള ക്യൂ ആയിരുന്നു. അത് നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി ഗുരുവായൂർ പോകുമ്പം അവിടെ നിന്ന് തന്നെ അന്നദാനം കഴിക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ അമ്പലക്കുളത്തിൻ്റെ അവിടെ പോയിരുന്നു. നിറയെ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തുടങ്ങിയേ തെന്നരുതേ, ഞാൻ വരത്തില്ല രക്ഷിക്കാൻ. ഇത്രേ ഉള്ളു കാര്യം. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. പോയ വഴിക്കാണ് പായസം കൗണ്ടറിൽ അധികം ആൾക്കാരെ കണ്ടില്ല. അപ്പോൾ ചേട്ടൻ പോയി പായസം വാങ്ങിച്ചു. നല്ല ചൂടുള്ള പായസമായിരുന്നു. അപ്പോൾ ഗുരുവായൂർ പോകുന്നവർ ഈ സ്ഥലങ്ങളും കൂടി പോയാൽ നല്ലൊരു അനുഭവമായിരിക്കും. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.